ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ചൂടാണ്, പുറത്തേക്ക് പോകുക എന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ അധികം മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഫൗണ്ടേഷൻ ക്രീമോ അല്ലെങ്കിൽ BB ക്രീമോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം പുറത്തേക്ക് ഇറങ്ങും, ഒന്നാമത് ചൂടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യും, അപ്പോൾ ഉള്ളതെല്ലാം ഒഴിച്ച് പോകും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫേസ് ഓൾറെഡി വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഇത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ മോയ്സ്ചറൈസർ നല്ലപോലെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒന്നാമത് തന്നെ നമ്മൾ ചൂടാകുമ്പോൾ തന്നെ ഫുൾ ഫേസ് മൊത്തം ഒരു ഡള്ളായ പോലെ ഉണ്ടാവും. മൊത്തം നമ്മളിങ്ങനെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ സ്കിന്നിന് തന്നെ ഒരു ഹാപ്പി ആയിരിക്കും, നല്ല ഫ്രഷ് ഫീൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. ഇത് സൺബാൻ്റെ സൺസ്ക്രീനാണ്. ഇതെനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ ചിലപ്പോഴൊക്കെ വേറെ യൂസ് ചെയ്യും, വേറെ ബ്രാൻഡിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അധികം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല വൈറ്റ് കളറാണ്. വൈറ്റ് ഇത്തിരി ബ്ലൂ കളർ കൂടെ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിലോട്ടേക്ക് അങ്ങ് ഇതായിക്കോളും, സെറ്റായിക്കോളും. കാണുമ്പോൾ ഇതൊരു ബ്ലൂ കളർ പോലെ ഉണ്ടാവും, പക്ഷെ നല്ല ഗ്ലോ ഉണ്ടാവും. ഈ സൺസ്ക്രീൻ ഇട്ടാൽ മാറ്റ് ടൈപ്പ് ഒരു ഗ്ലോയി ടൈപ്പാണ്. അപ്പോൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നെറ്റിയിലും നല്ലപോലെ ഇട്ട് കൊടുക്കാം. ഈ ഒരു ചൂടുള്ള സമയത്ത് സൺസ്ക്രീൻ ഇട്ടിട്ട് മാത്രമേ പുറത്തിറങ്ങാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് മൊത്തം എന്താ പറയുക, ടാൻ അടിച്ചു പോകും, നല്ല രീതിക്ക് ടാൻ അടിക്കും. അപ്പോൾ നല്ലപോലെ സൺസ്ക്രീന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം സൺസ്ക്രീൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഐബ്രോന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പാലറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിനെ കൊണ്ടാണ്, ഇതിലുള്ള ഈ ബ്ലാക്ക് ഷെയ്ഡിനെ കൊണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അധികം തിക്കായിട്ടൊന്നും കൊടുക്കുന്നില്ല. ഒന്നാമത് ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് സിമ്പിൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാനൊരു ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് എനിക്ക് കണ്ണിനടിയിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് കണ്ണൊന്ന് വൈഡായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഐലൈനർ ഇട്ട് കൊടുക്കാം. കണ്ണിൻ്റെ അടിയിലൊന്നും ഞാൻ ഇങ്ങനത്തെ ചൂട് സമയത്ത് അധികവും ഇടാറില്ല, കാജലൊന്നും യൂസ് ചെയ്യാറില്ല. കാരണം എന്തായാലും വേർക്കുമ്പോൾ നമ്മൾ കണ്ണൊക്കെ ഒന്ന് ചൊറിഞ്ഞു പോകും. അപ്പോൾ ഉള്ളതെല്ലാം കരി പോലെ ആയിപ്പോകും. അതുകൊണ്ട് മാക്സിമം സിമ്പിളായിട്ടുള്ള മേക്കപ്പും ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ചൂട് സമയങ്ങളിൽ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഐലൈനർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ കുറച്ച് വാല് കൂടി കുറച്ച് ഈ സൈഡിൽ കൂട്ടി കൊടുക്കാം. ഓക്കെ, ഐലൈനർ സെറ്റ് ആയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് നമ്മൾക്കൊരു മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര എൻ്റെ ഫേവറേറ്റാണ്, അത് സ്കിപ്പ് ചെയ്യാറേ ഇല്ല. മസ്കാര ഇടുമ്പോഴാണ് നമ്മുടെ കണ്ണിൻ്റെ ശരിക്കുള്ള ഭംഗി കാണാൻ പറ്റുക. കണ്ണൊന്ന് പതിഞ്ഞ് കിടക്കുന്ന കണ്ണിലൊന്ന് വിടർന്ന പോലെ ഉണ്ടാക്കും. നല്ലൊരു ഷൈനിങ് ആയിരിക്കും. ഇത്
എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് മസ്കാര. അടിയിൽ കാജൽ ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മസ്കാര മസ്റ്റ് ഹാവാണ്. നമ്മൾ കണ്ണിനൊന്നും ഒരു ജീവൻ വന്ന പോലെയുണ്ടോ. ഓക്കെ, അപ്പോൾ മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ലിപ് ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ലൈൻ അടിച്ചു കൊടുക്കുകയാണ്. ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല, അങ്ങനെ കൂടെ ഇന്നൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് നമ്മൾക്ക് ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺസ്ക്രീനാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സൺസ്ക്രീനൊന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഫൗണ്ടേഷൻ പൗഡർ എടുത്തിട്ട് മുകളിലിട്ട് കൊടുക്കുക. ഓക്കെ, സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിന് ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. നൈറ്റെക്സ് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതാണ് ഷെയ്ഡ്. അതിനെ ചെയ്തെടുക്കുക. ലിപ്സ്റ്റിക്ക് എന്തായാലും മസ്റ്റാണ്, ചൂടിലാണെങ്കിലും തണുപ്പിലാണെങ്കിലും. നല്ലൊരു ക്രീമി മാറ്റ് ടൈപ്പാണ് ഇത്. അങ്ങനെ നല്ല അടിപൊളി സ്മെല്ലാണ്. നമുക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഇത് കഴിക്കാൻ തോന്നും ചിലപ്പോൾ മണപ്പിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ എൻ്റെ ഇതൊക്കെ സെറ്റ്. ഇനി ഞാൻ ഇന്ന് വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ ഈ ലിപ്സ്റ്റിക്ക് തന്നെ ഇപ്പോൾ ഞാൻ കണ്ണിൻ്റെ അടിയിലിട്ട് അതേ സെയിം ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ബ്ലഷ് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. രണ്ട് കവറിലും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഒരു ഓക്കെ, നമ്മൾ ബ്ലഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫുൾ ലുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഹെയർ ഒന്ന് കോംബ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്തായാലും ഹെയർ അഴിച്ചിട്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും അഴിച്ചിടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പിന്നെ ഇടാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നോർമലായിട്ട് പിടിച്ചിട്ട് കെട്ടുന്നത് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഈ ചൂടിന് മുടി ഭയങ്കര പാടാണ്. ഓക്കെ, ജസ്റ്റ് നോർമലായിട്ട് പിൻ ചെയ്യുന്ന പോലെ പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് കുർത്ത ടോപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ഷോപ്പിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഹെയർ സെറ്റ് ആയിട്ടുണ്ട്. സിമ്പിൾ ഹെയർ സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റാ.